ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് അഴീക്കോട് മാർത്തോമാ തീർത്ഥാടന കേന്ദ്രമാണ്. വത്തിക്കാൻ ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് മുൻപായിട്ട് 88 ദിവസം കൊണ്ടാണിത് പണിതീർത്തത്. റോമിൻ്റെ ഔദ്യോഗിക അംഗീകാരമുദ്രയായ പൊന്തിഫിക്കൽ പദവി നൽകിയിട്ടുണ്ട്. അതിന് തെളിവാണ് ദേവാലയത്തിന് മുകളിലെ കുരിശിൽ കാണുന്ന 2 കുരിശടയാളങ്ങൾ. 1953 ഡിസംബർ 6 ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. റോമിലെ പൗരസ്ത്യ തിരുസംഘത്തലവൻ കർദിനാൾ യൂജിൻ ടിസറൻറ്റ് മാർത്തോമാ ശ്ലീഹയുടെ വലതുകര തിരുശേഷിപ്പ് ഔദ്യോഗിക ബഹുമതികളോടെ അഴീക്കോട് മാർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചു. AD 52 നവംബർ 21 കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയ മാർത്തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂർ മുതൽ കേരളത്തിലെ 7 സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ച ശേഷം AD 72 ജൂലൈ 3 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലെ ചിന്നമലയിൽ വച്ച് മതവിരോധിയുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം, അൾത്താര. തിരുശേഷിപ്പ് കാണുന്നതിന് പ്രത്യേകം അനുമതി വാങ്ങണം. ലോക്കർ വന്ന് തുറന്നു തരും, ഡോറ് തുറന്ന് കാണിച്ചു തരും. ഇവിടെയാണ് തിരുശേഷിപ്പ് ഇരിക്കുന്നത്. തോമാസ് ശ്ലീഹയുടെ മരണശേഷം റോമിൻ്റെ അംഗീകാരത്തോടെ 1258 വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ അസ്ഥികൾ ഇറ്റലിയിലെ ഓർത്തോണ പട്ടണത്തിലെ ദേവാലയത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. അവിടെ നിന്ന് കൊണ്ടുവന്ന വലതുകര അസ്ഥിയാണ് അഴീക്കോട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തോമാസ് ശ്ലീഹയുടെ വലതുകര ശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതും പൊന്തഫിക്കൽ പദവി നൽകപ്പെട്ടതുമായ ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണിത്. അന്നു മുതൽ ഇന്നുവരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇവിടെ വരുന്നു. തീർത്ഥാടകർക്ക് താമസിക്കാൻ ഇവിടെ പിൽഗ്രിം സെൻ്ററിൽ റൂമുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ അരമണിക്കൂർ ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. ഇതിവിടെയാണ് ബോട്ട് ജെട്ടി. ആ കിടക്കുന്നതാണ് മാർത്തോമാ ബോട്ട്. ഇവിടെയാണ് ടിക്കറ്റ് റിസർവേഷൻ. റേറ്റൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് സൈറ്റ് സീയിങ്ങിനായിട്ടുള്ള ജെട്ടിയായിട്ട് പണിതിട്ടിരിക്കുന്നതാണ്. ഇവിടെ ധാരാളം ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയുടെ മുന്നിൽ നിന്നുള്ള കായലിലേക്കുള്ള വ്യൂ ആണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. FB പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. താങ്ക്സ്.